ഇവിടുത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തോണം. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് സെൻറ്ററിൽ ഇരിക്കാൻ സാധിക്കും. അതായത് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് കീയുടെ ബാറ്ററി ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ റിമോട്ടിന് എന്തെങ്കിലും രീതിക്ക് കംപ്ലയിൻസ് ഉണ്ടെങ്കിലോ. എന്നാൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ടൊയോട്ടയുടെ ഗ്ലാൻസയാണ്. 2026 ഗ്ലാൻസ എടുക്കുന്നത് വെർത്താണോ? ഇങ്ങനെ ഒരു സംശയം പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഗ്ലാൻസ വാഹനം എങ്ങനെയുണ്ടെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. എന്നാൽ ഈ വാഹനത്തിൻ്റെ ഫുൾ റിവ്യൂ നമുക്കൊന്ന് ചെയ്താലോ. അതായത് ഇതിലൊരു ഡ്രൈവും കൂടെ നോക്കാം. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സ്പെക്കെല്ലാം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയാലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഗ്ലാൻസ എന്ന് പറയുന്ന വാഹനം ഏതാണെന്ന് അറിയാൻ മേലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ടൊയോട്ടയുടെ വാഹനമാണ്. പക്ഷേ ഇതൊരു റീബാഡ്ജ് ചെയ്തൊരു വെർഷനാണ്. അതായത് മാരുതിയുടെ ബലീനോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ റീബാഡ്ജ് ചെയ്ത വെർഷനാണ് ഗ്ലാൻസ എന്ന് പറയുന്നത്, ടൊയോട്ട ഗ്ലാൻസ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ചേഞ്ചസ് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ട് ബമ്പേഴ്സിനാണ്. ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, അതുപോലെ തന്നെ ലൈറ്റ്സിനും ചേഞ്ചസ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കാം. ഫ്രണ്ട് യൂണിറ്റിൽ നമുക്ക് ഈ ഹെഡ്ലൈറ്റാണ് നമ്മൾ മെയിനായിട്ട് പിടിച്ചു നിർത്തുന്നത്. ഈ ഒരു DR വരുന്ന യൂണിറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ LED ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൈറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. അതൊരു ഫ്ലക്ടർ ടൈപ്പ് LED ഫോഗ് ലാമ്പാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ ഹെഡ്ലൈറ്റ് മാറ്റം വന്നിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ആസ് ഇറ്റ് ഈസ് സെയിം ആണ്. റീഡിസൈൻ വന്നുകൊണ്ട് ഡിസൈൻ ചേഞ്ചസ് മാത്രം നമുക്ക് പറയാനുള്ളൂ. ഈ ഒരു ഹെഡ്ലൈറ്റ് എൻ്റയർ യൂണിറ്റ് ഡിഫറൻ്റ് ആണ്. നമ്മുടെ ബലീനോ വെച്ച് നോക്കുകയാണെങ്കിൽ വിത്ത് ഇതിൻ്റെ DRLs പോലും മറ്റേത് 3 കട്ട പോലെയാണ് വരുന്നത് DRLs. പക്ഷേ ഇവിടെ ഇതിൻ്റെ വ്യത്യാസമുണ്ട്. ഗ്രിൽ ഏരിയ നോക്കുകയാണെങ്കിലും താഴത്തെ എയർ ഡാം യൂണിറ്റും ഈ മേളത്തെ എയർ ഇൻടേക്ക് പോർഷൻസും എല്ലാം വ്യത്യാസമുണ്ട്. ടൊയോട്ടയുടെ വലിയ ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഓഫ് ദ ലൈനിൽ മാത്രമേ അത് കിട്ടാറുള്ളൂ. അതായത് മൊത്തം 4 വേരിയൻസ് ആണ് ഇതിൽ വരുന്നത്. അതായത് SGV ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ 4ാമത്തെ വേരിയൻറ്റ്, അതായത് V വേരിയൻ്റ് ആണ് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് നമ്മുടെ ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള. അത് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈനാണ്. എല്ലാ ഫീച്ചേഴ്സും അതിൽ വരുന്നുണ്ട്. അതിനകത്ത് ഈ ക്രോമ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ഡാംസും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഹുഡ് ഏരിയ കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതെല്ലാം സെയിം ആണ്. ഈ ബമ്പർ കൊണ്ട് മാറ്റങ്ങൾ തീരുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് സൈഡിലോട്ട് പോരുകയാണെങ്കിൽ ആദ്യം കാണുന്നൊരു കാര്യമാണ് നമ്മുടെ ടയർ. അതിനകത്ത് ഈ അലോയ് വീൽ, അതായത് ഡയമണ്ട് കട്ട് അലോയുടെ ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ കാണുന്നൊരു കോസ്മെറ്റിക് ചേഞ്ച്, അതായത് ടൊയോട്ടയിൽ ലോഗോ കൊടുത്തിട്ടുണ്ട്. ടയറിൻ്റെ സൈസ് വരുന്നത് 195/55 R16 ആണ്. 16 ഇഞ്ചിൻ്റെ ടയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് സൈഡിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. ഈ ഒരു ക്രോം സ്റ്റിക്ക് ചെയ്യുന്നതൊക്കെ അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. ഈ ഒരു ക്രോം എലമെൻറ്റും അഡീഷണൽ ആണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ നമുക്കൊരു 360 ഡിഗ്രിയുടെ ക്യാമറയും കാണുന്നുണ്ട്. ഇലക്ട്രിക്കലി ഫോൾഡബിൾ ടൈപ്പ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. സൈഡിലോട്ട് വരുന്ന സമയത്ത് റിക്വസ്റ്റ് സ്വിച്ച് കാണാൻ സാധിക്കും. ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. മാരുതിയുടെ എല്ലാ വാഹനങ്ങളും കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ നമുക്കത് കിട്ടുകയാണ്. മാരുതി എന്ന് ഞാൻ എടുത്ത് പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞായിരുന്നു റീബാഡ്ജിങ് ആയതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞു. അങ്ങനെ റൈറ്റ്, ലെഫ്റ്റ്, ബാക്ക്, അതായത് ബൂട്ടിൽ വരെ നമുക്ക് റിക്വസ്റ്റ് സ്വിച്ചാണ് ഈ വാഹനത്തിൽ വരുന്നത്. എന്തിനാണ് റിക്വസ്റ്റ് സ്വിച്ച് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലൊക്കെ യാത്ര പോയതിന് ശേഷം കീ പോക്കറ്റിലായിരിക്കും. കൈ നിറയെ സാധനമൊക്കെ ഉണ്ടെങ്കിലും ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാനും, ഇനി അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm കിട്ടുന്നുണ്ട്. 170 mm ആണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ അടിഭാഗം തട്ടാനോ കാര്യങ്ങളൊന്നും ചാൻസ് ഒട്ടും തന്നെ വരില്ല. സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഗ്ലാസ് കാണുന്ന ടിൻറ്റഡ് ഗ്ലാസ് ആണ്. അതായത് കൂളിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല. ടിൻറ്റഡ് ഗ്ലാസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. റെയിൻ ഗാർഡ്സ് എല്ലാം നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ആണെങ്കിൽ പോലും ഇവർ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടുന്നു എന്നുള്ളത്. ഈ കാണുന്ന എലമെൻറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഈ എലമെൻറ്റൊക്കെ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം തന്നെയാണ് വരുന്നത്. ഇൻബിൽറ്റ് ക്രോം തന്നെ വരുന്ന മോഡലാണ്. തൊട്ട് താഴെ ബാക്കിലോട്ട് വരുമ്പോൾ ഡ്രമ്മാണ് കിട്ടുന്നത്. ഡിസ്ക് ബ്രേക്ക് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷൻ, പക്ഷേ കിട്ടില്ല, നോക്കണ്ട. ഇത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് LED ആണ് വരുന്നത്. അതായത് ബ്രേക്ക്, പക്ഷേ ഇൻഡിക്കേറ്റർ വരുന്നത് ഹാലജൻ ആണ്, റിവേഴ്സ് വരുന്നതും ഹാലജൻ ആണ്. ബാക്കി ബ്രേക്ക് ലൈറ്റ് മാത്രം LED ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വലിയൊരു ക്രോം എലമെൻറ്റ് കാണാൻ സാധിക്കും. സെയിം ഡിസൈനാണ്, പക്ഷേ കീടുവാണ് കാണാൻ. തൊട്ട് താഴെ ഇവിടെ ഒരു ക്യാമറ കാണാൻ സാധിക്കും. റിവേഴ്സ് ക്യാമറയ്ക്ക് ആയിട്ടാണെങ്കിൽ റിവേഴ്സ് ക്യാമറ, അല്ലെങ്കിൽ 360 ഡിഗ്രിയുടെ ബാക്ക് ക്യാമറ ആയിട്ട് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ ടൊയോട്ടയുടെ വലിയൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ക്രോം കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ കാണാൻ സാധിക്കുന്നുണ്ട്. റിയർ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന ഇവിടെ മിസ്സിംഗ് ആണ്. ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ അത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതൊരു പോയിൻ്റാണ്. ഞാനിത് എടുത്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇനി ഈ ഒരു മോഡൽ എടുത്തിട്ട് ഷാർക്ക് ഫിൻ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം.
ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സ്വിച്ച്, നേരത്തെ പറഞ്ഞ റിക്വസ്റ്റ് സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പാർസൽ ട്രേ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തോണം, പാർസൽ ട്രേ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് വയ്ക്കാൻ ആരും വിചാരിക്കില്ല. അങ്ങനെ വെയിറ്റ് വെച്ചത് ഇതുപോലെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ വെയിറ്റുള്ള സാധനങ്ങൾ വെച്ചാൽ കുഴപ്പമില്ല, ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങൾ വെച്ചാൽ പണി കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ബൂട്ട് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. 318 ലിറ്ററാണ് ഇവിടുത്തെ നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഇതൊരു അഡീഷണൽ ആക്സറീസ് ആണ് ഈ കൊടുക്കുന്ന ഒരു ബൂട്ടിൽ വരുന്ന ട്രേ എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വീണാൽ ഇതിൽ കിടന്നോളം നമുക്ക് എടുത്ത് കഴുകാനൊക്കെ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ചും കൂടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓഫ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടായിട്ടൊരു ഓഫ് ഓൺ സ്വിച്ച് നല്ലൊരു കാര്യമാണ്. ലൈറ്റ് നമുക്ക് മാറ്റാൻ സാധിക്കും, LED ആക്കിയാൽ മതി, കിടുവായിരിക്കും. അതുപോലെ തന്നെ സ്പെയർ വീലും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ സൈസ് വരുന്നത് 185, 65, 615 1 ഇഞ്ചിൻ്റെ സൈസ് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു 80 കിലോമീറ്റർ സ്പീഡിന് മേലോട്ട് പോകരുതെന്ന് വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങൾ നോക്കാം. അതിന് മുമ്പ് പാർക്കിംഗ് സെൻസേഴ്സ് ഞാൻ കാണിച്ചില്ലല്ലോ. 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു V വേരിയൻ്റ് ആണ്, അതായത് ടോപ്പ് ഓഫ് ദ ലൈനിലെ വേരിയൻ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സ്വിച്ച് കിട്ടുന്നുണ്ട് ഡ്രൈവർ സൈഡിൽ. ഇനി ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ടിപ്പിക്കൽ മാരുതിയുടെ അതേ ഡിസൈൻ തന്നെയാണ്. ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ലോക്ക് സ്വിച്ച് ആണെങ്കിലും ഈ കാണുന്ന ഫുൾ പാറ്റേൺ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിരിക്കുന്ന ആ സ്വിച്ചുകൾ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്, മിറർ ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ച്, ലോക്ക് അൺലോക്ക്, വിൻഡോ ഗ്ലാസുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്, ഓട്ടോ ഡൗണും ഓട്ടോ അപ്പും കിട്ടുന്നുണ്ട്. ഡ്രൈവർ സൈഡ് മാത്രം, ബാക്കിയുള്ള എല്ലാം നോർമൽ സ്വിച്ചുകളാണ്. ഈ ഒരു പോർഷൻ നമുക്ക് ലെതർ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. കാണാനും കൈ പിടിക്കാനും നല്ലൊരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷൻസ് ലെതറാണ്, ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, ഇവിടെ ലെതറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ബോട്ടിൽ, ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ കഷ്ടി വെക്കാൻ പറ്റുന്നൊരു സ്ഥലവും ഇവിടെ എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സും ഇതുപോലെ വെക്കാൻ സാധിക്കും. ഇവിടെ ഒരു ട്യൂട്ടറും കാണാം, ഇവിടെ ഒരു സ്പീക്കറും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വാഹനത്തിനകത്തോട്ട് കയറി കഴിയുമ്പോൾ ഈ ഒരു AC വെൻ്റ് കാണാം, നല്ല കീട് ലുക്കാണ്. ഓഫ് ആൻഡ് ഓൺ പൊസിഷൻ, ഇവിടെ ഒന്നും ഒരു രീതിക്കുള്ള മാറ്റവും ഇല്ല. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഹൈറ്റ്, നമ്മുടെ വ്യൂ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്, വ്യൂ കൊടുത്തിരിക്കുന്ന 360 ഡിഗ്രി ക്യാമറയുടെ ഏത് വ്യൂ കാണണമെന്നുള്ള ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓട്ടോ ഓഫിൻ്റെ സ്വിച്ച് അവൈലബിൾ ആണ്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും ഇവിടെ അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ക്ലസ്റ്റർ മീറ്ററിലോട്ട് പോകാം. ക്ലസ്റ്റർ മീറ്ററിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു നോർമൽ RPM മീറ്റർ ഇവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴെ ടെമ്പറേച്ചർ ഗേജ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ TFT ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്പീഡോ മീറ്ററും തൊട്ട് താഴെ ഫ്യൂവൽ ഗേജും കൊടുത്തിട്ടുണ്ട്. ഇഗ്നിഷൻ്റെ സ്വിച്ച് ഓണാണ്. ഓക്കെ, ഞാനിപ്പോൾ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം HUD ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. HUDയുടെ റൈറ്റിങ്സ് നിങ്ങൾക്ക് അത്യാവശ്യം കാണാൻ സാധിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ അവിടെ പൊസിഷൻ ചേഞ്ച് ആവുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ തന്നെ ഇവിടെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പൊസിഷനിൽ നമുക്ക് സെറ്റ് ചെയ്തിടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ക്യാൻസൽ ചെയ്യാനും ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കാനും റീസെറ്റ് ചെയ്യാനും ക്രൂയിസ് കൺട്രോളിൻ്റെ ഓൺ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ, അതായത് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. കോൾ ഫീച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഒരു 9 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും സംഗതി അത്യാവശ്യം നല്ല അടിപൊളിയാണ്. കാരണം എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. മാരുതിയുടെ ഒരുവിധം എല്ലാം സെയിം തന്നെയാണ് ഇതിൽ വരുന്നത്. ചെറിയ രീതിക്കുള്ള ഇൻ്റർഫേസസിൻ്റെ ഡിഫറൻസ് മാത്രം വരുന്നുള്ളൂ. ഡീറ്റെയിൽസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. നമുക്ക് കിട്ടുന്ന 11.1 km/ലിറ്റർ ആണ്. ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വാഹനമായതുകൊണ്ട് പലരും പല രീതിക്ക് ഡ്രൈവ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കുറവ് കാണിക്കുന്നത്. ഒരിക്കലും ഈ ഒരു വാഹനത്തിന് ഈ ഒരു മൈലേജ് ഒന്നും അല്ല കിട്ടുന്ന, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് 51 കണക്ടിവിറ്റി ഫീച്ചേഴ്സോളം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഇൻസൈഡ് റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. അതൊരു ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന മോഡലാണ്. ഓട്ടോ ഡിമ്മിങ് വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനും സാധിക്കും. തൊട്ട് താഴോട്ട് വരുമ്പോൾ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ് കിട്ടുന്നത്. ഇത് ഏറ്റവും വലിയൊരു നല്ല ഫീച്ചറാണെന്ന് നമുക്ക് പറയാം. കാരണം ബേസ് വേരിയൻ്റ് തൊട്ടുള്ള ഗ്ലാൻസയ്ക്ക് നമുക്കിവിടെ ഓട്ടോ ക്ലൈമറ്റ് AC ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്കൊരു
USB A ടൈപ്പ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു A ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. C കൊടുക്കാമായിരുന്നു എന്നൊരു സജഷൻ അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു 12 വോൾട്ട് ഔട്ട് എടുക്കാൻ സാധിക്കും. വയർലെസ് ചാർജറൊന്നും ഇല്ല. 2 കപ്പ് ഹോൾഡേഴ്സ് കിട്ടുന്നുണ്ട്. സെയിം കീ ഫോബ് തന്നെയാണ്. ബാക്കിൽ സുസുക്കിയുടെ ലോഗോ മാറി ടൊയോട്ടയുടെ ലോഗോ ആയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വലിയ മാറ്റങ്ങളൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഒരു 5 സ്പീഡ് മാനുവലാണ് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള. ഈ വാഹനത്തിൽ തന്നെ ഒരു AMT ഗിയർ ബോക്സും അവൈലബിൾ ആണ്. ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. ഒരു ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആം റെസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലൊരു നല്ല ഫീച്ചറും കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൺവൈസർ താക്കുന്ന സമയത്ത് അതിൽ ഗ്ലാസ്സും ഉണ്ട്, ലൈറ്റും ഉണ്ട്. അതൊരു കിടു ഫീച്ചറാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ അപ്പുറേ കൂടെ ഞാനിപ്പോൾ കാണിച്ചിട്ട്. അതുപോലെ തന്നെ ഇവിടെ 2 പ്രസിംഗ് ടൈപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മൈക്കും ഉണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കും. സൺ റൂഫ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഡ്രൈവർ സൈഡിൽ നിന്ന് പറയാനുള്ളത്. യെസ്, ഇനി ഡ്രൈവർ സൈഡിലെ സീറ്റിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഡോർ പാഡിൻ്റെ സൈഡിലാണെങ്കിൽ നമുക്ക് ഈ ലെതർ മെറ്റീരിയൽ വളരെ കംഫർട്ടബിളാണ് ഇങ്ങനെ കൈ വയ്ക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ഒരു ആം റെസ്റ്റ് നമുക്ക് കുറച്ച് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം. ഇനി നമ്മുടെ മെയിൻ കാര്യം ഗ്ലോ ബോക്സ്. സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മുട്ടി ഞാനൊരു അല്പം പൊറോട്ടാക്കി ഇല്ല. എനിക്ക് മാരുതിയുടെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. പിന്നെ അതുപോലെ തന്നെ കൂൾഡ് ഗ്ലോ ബോക്സോ കാര്യങ്ങളൊന്നുമല്ല, സോറി, ടൊയോട്ടയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം. മാരുതി എടുത്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഗ്ലാൻസ ബെലീനോ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ക്ലാഷ് ആകുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ഈ ഒരു സൺവൈസർ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും സേവ് ഹായ് നമുക്കിതുപോലെ നോക്കി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. അതുപോലെ ഇവിടുത്തെ ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല അടിപൊളിയാണെന്ന് ഫീൽ ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് ഒരു വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും വെക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല എന്നൊരു നെഗറ്റീവ് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഇതിൻ്റെ പുറത്തോട്ട് വെച്ചാലും താഴേക്ക് പോരും. ഇവിടെ ഒന്നും വെക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇവിടെ താഴെ മാത്രം വെക്കാനായിട്ടൊരു പോർഷൻ നമുക്ക് കൊടുത്തിട്ടുള്ളൂ എന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. ഓക്കെ, സൈഡ് പോക്കറ്റിലാണെങ്കിൽ ഇവിടെ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വെക്കാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലുമൊക്കെ വല്ലതും വെക്കാം. ഇവിടെ ഒരു ഹാൻഡിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാബ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പാസഞ്ചർ സൈഡിലോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഫ്രണ്ടിലിട്ട ഒരു പൊസിഷൻ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേണ്ട ലെഗ് റൂം കിട്ടുന്നുണ്ട്. നന്നായിട്ട് കാല് വെച്ചിരിക്കാം. തൈ സപ്പോർട്ട് ഒരു ഓക്കെ ഫീൽ മാത്രം പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സീറ്റിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയാൻ പറ്റും. ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫാബ്രിക് മെറ്റീരിയൽ തന്നെയാണ്. ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ല. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ് സൈഡ് കൂടെ പറയാം. കാരണം ചെളിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കഴിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യം. പിന്നെ ബ്ലാക്ക് തീം തന്നെ ആയതുകൊണ്ട് കിടുവാണ്. ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. റൂഫ് മാത്രമേ ഉള്ളൂ ഇവിടെ ബീജ് കളർ മെയിനായിട്ട് വരുന്നത്. പിന്നെ സൈഡ് പില്ലേഴ്സും ഈ ഒരു ഭാഗം ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം വരുന്നത് ബ്ലാക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു പോർഷൻസും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അതുപോലെ തന്നെ സെൻറ്റർ ആംറസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് കംഫർട്ടബിളായിട്ട് സെൻറ്ററിൽ ഇരിക്കാൻ സാധിക്കും. അതായത് തേർഡ് സെൻറ്ററിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് ചാരി ഇരിക്കാൻ സാധിക്കും. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നമുക്ക് ആംറസ്റ്റ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ഈ സെയിം ഫീല് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു കിടു ഫീച്ചറാണ്. ഇതൊരു 40 സീറ്റാണ്. ഇതൊരു 60 സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ലഗേജസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം സാധനങ്ങൾ ഇവിടെയും ബാക്കിലും കൂടെ വയ്ക്കാം. ഇനി അതല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ C ടൈപ്പിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് വേണ്ട ഇവിടെ ഒരു A ടൈപ്പും ഒരു C ടൈപ്പും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു മാഗസീനോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നൊരു പോക്കറ്റും കാണാൻ സാധിക്കും. ഇവിടെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഈ വാഹനത്തിന് 6 എയർ ബാഗാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി എഞ്ചിനും കൂടെ പെട്ടെന്ന് നോക്കാം. വാ, ഓക്കെ, നമുക്കിനി എഞ്ചിൻ റൂമും കൂടെ ഒന്ന് കാണാം. ഈ വാഹനത്തിന് ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. പിന്നെ ഫ്യൂൽ ഓപ്ഷൻ 2 ഫ്യൂൽ ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഫ്യൂൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഓപ്ഷനിൽ ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ CNGയുടെ ഓപ്ഷനിലും നമുക്ക് ഈ ഒരു വാഹനം കിട്ടുന്നുണ്ട്. ഈ ഒരു എഞ്ചിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ മാരുതിയുടെ എഞ്ചിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു 4 സിലിണ്ടറാണ്. നല്ല രീതിക്ക് നിങ്ങൾക്ക് ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടും. അതുപോലെ തന്നെ റിലയബിൾ എഞ്ചിനാണ്. കാരണം റിലയബിലിറ്റിയുടെ ഒരു കാര്യത്തിൽ ഒരു രീതിക്കും സംശയമില്ലാത്തൊരു എഞ്ചിനാണ് മാരുതിയുടെ എഞ്ചിൻ. കാരണം അങ്ങനെ ഇങ്ങനെ ഒന്നും കംപ്ലയിൻറ്റ് വരത്തില്ല. കൃത്യമായിട്ടുള്ള സർവീസ് ആണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയും എന്തുകൊണ്ട് മാരുതിയെ ഓപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാരണം നമുക്ക് പറയാൻ സാധിക്കും. 1200 cc വരുന്ന ഈ ഒരു എഞ്ചിൻ 89.6 PS പവറും 113 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഒരു CNG എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്ന സമയത്ത് അതിന് 77.4 PS പവറും 98.5 Nm ടോർക്കുമാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഓപ്ഷൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ
2 ഗിയർ ബോക്സ് ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ഒരു മാനുവൽ ട്രാൻസ്മിഷൻ 5 സ്പീഡും വരുന്നുണ്ട്, ഒരു 5 സ്പീഡ് AMT ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. IGS എന്ന് പറയും, ഇൻ്റലിജൻറ്റ് ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് ടൊയോട്ട ഈ ഒരു ഗിയർ ബോക്സിനെ ഇറക്കുന്നത്. ഏതായാലും ഓവറോൾ ഈ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും. കാരണം ഒരു രീതിക്കുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ വരുമെന്ന് പേടിക്കേണ്ട, കൃത്യമായിട്ടുള്ള സർവീസ് ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ കീ ഫോബ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ കീ ഊരി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും രീതിക്ക് കീ ഫോബ് വർക്ക് ആയില്ലെങ്കിൽ പോലും നമുക്ക് മാനുവലായിട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് തന്നെ വാഹനത്തിനകത്തോട്ട് കയറാൻ സാധിക്കും. കീ ഫോബ് ഡെഡ് ആണെങ്കിൽ പോലും ഒരു സിമ്പിൾ വഴി കാണിച്ചു തരാം. ഇതുപോലെ കീ യൂസ് ചെയ്ത് ഈ വാഹനം അൺലോക്ക് ചെയ്ത് വാഹനത്തിനകത്തോട്ട് കയറിയതിന് ശേഷം ഈ കാണുന്ന കീ ഫോബ് നേരെ ഈ റിക്വ സ്വിച്ചിൻ്റെ പുറത്തോട്ട് വെച്ച് ഇവിടെ ബട്ടൺ പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് ഒരു കൈ കൊണ്ട് ബട്ടൺ പ്രസ് ചെയ്ത് ഇതിൻ്റെ അടുത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് കീയുടെ ബാറ്ററി ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ റിമോട്ടിന് എന്തെങ്കിലും രീതിക്ക് കംപ്ലയിൻസ് ഉണ്ടെങ്കിലോ വളരെ സിമ്പിളായിട്ട് ഈ വാഹനം സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഇനി ഈ വാഹനം ഒന്ന് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്നുള്ളത്. സ്റ്റിയറിങ്ങിൽ തന്നെ നമുക്ക് ടിൽറ്റും കിട്ടുന്നുണ്ട്, ടെലിസ്കോപ്പിക്കും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഏതായാലും 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഒരു രീതിക്കുള്ള വൈബ്രേഷൻസോ കാര്യങ്ങളോ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും പവർ വൈസും കാര്യങ്ങളൊന്നും ടർബോ കാര്യങ്ങളല്ലെങ്കിൽ പോലും വളരെ നോർമലായിട്ടുള്ള പവർ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നോർമൽ എന്ന് പറയാൻ പറ്റില്ല, നന്നായൊരു കാലം കൊടുത്ത് നല്ല അഗ്രസീവായിട്ടുള്ള പവർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ സ്ഥിരം ഡ്രൈവ് ചെയ്യുന്ന റോഡുകളിൽ കൂടെ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. സസ്പെൻഷൻ സൈഡൊക്കെ എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് കൺഫേം ആക്കിയേക്കാം. ഏതായാലും ബലീനോ നമ്മൾ നേരത്തെ ഡ്രൈവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ വലിയ രീതിക്കുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ഏതായാലും നമ്മുടെ സ്ഥിരം കയറ്റം നമുക്കൊന്ന് കയറാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റോഡിലോട്ട് കയറ്റുകയാണ്. ഞാനൊന്ന് ബ്രേക്ക് ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. വാഹനം ഇപ്പം ഹോൾഡായി നിൽക്കുകയാണ്. അപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. 1 2 3 പോയി. ഹിൽ ഹോൾഡ് അസിസ്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ കയറ്റം കയറുന്ന സമയത്ത് നമുക്ക് 360 വേണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 ക്യാമറ ഓൺ ആക്കാനുള്ള ഫീച്ചറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏത് പോർഷനിലെ വ്യൂ വേണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. ഏതായാലും ഹോണിൻ്റെ കേസിൽ അന്നും ഇന്നും ഒരു മാറ്റവും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. ഒരു ഹൈ പിച്ചും ലോ പിച്ചും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രം മാറേണ്ട ഒരു സമയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ഇപ്പം ഈ വാഹനം ഓഫായിരിക്കുകയാണ്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഓഫാണ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് A എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എപ്പോഴാണോ ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നത് അന്നേരം ഈ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവുന്നതായിരിക്കും. യെസ്, കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായി. അതുപോലെ തന്നെ ഈ വാഹനത്തിന് തന്നെ CNG ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ CNG എന്നാണ് പറയുന്നത്, അതായത് ഫാക്ടറി ഫിറ്റഡ് CNG തന്നെയാണ് വരുന്നത്. അതിൻ്റെ മൈലേജ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 30.61 km/kg നമുക്ക് കിട്ടുന്നത്. ഏതായാലും 30 എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു 26 കിട്ടിയാലും നഷ്ടമില്ലെന്ന് പറയാൻ സാധിക്കും. അതൊരു നല്ല ഓപ്ഷനാണ്. കാരണം അത് ടാക്സി പർപ്പസായിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ഒക്കെ ഉള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് മീൻസ് വളരെ സുഖമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടും. ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. നമുക്ക് CNG വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ, സർവീസ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. യെസ്, അതുപോലെ തന്നെ സസ്പെൻഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല സ്മൂത്ത് സസ്പെൻഷനാണ്. ഒരുപാട് ഹാർഡാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. നല്ല സ്മൂത്ത് സസ്പെൻഷനാണ്. ഒരു ഫാമിലി വെഹിക്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാച്ച് ബാക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ഗ്ലാൻസ. ഏതായാലും ഇതിൻ്റെ ബേസ് വേരിയൻ്റെ എക്സ് ഷോറൂം പ്രൈസ്, ഞാൻ ഓൺ റോഡ് പ്രൈസേ പറയത്തുള്ളൂ, എക്സ് ഷോറൂം പ്രൈസ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്. 6,46,000 രൂപയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് 8,21,970 രൂപ, അതായത് 8,21,970 റുപ്പീസാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി വി വേരിയൻറ്റ്, നമ്മുടെ ഇപ്പോൾ ഉള്ള വി വേരിയൻറ്റിൻ്റെ മാനുവൽ പ്രൈസ് ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതായത് ഈ ഒരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 11,31,122, അതായത് 11,31,122 റുപ്പീസ് നമുക്ക് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇപ്പം കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓഫറും കാര്യങ്ങളൊക്കെ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.